ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് അവൾ പേടിയോടെ വീണ്ടും നോക്കി. സൂര്യൻ സർ കോളിംഗ് എന്ന് ഫോണിൽ ഗായത്രി കണ്ടു. ഗായത്രി ഫോണിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. റിംഗ് നിന്നതും വീണ്ടും ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. 3 തവണ ഫോൺ ബെല്ലടിച്ച് നിലയ്ക്കുകയും ചെയ്തു. ഗായത്രിക്ക് തൻ്റെ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. എന്തിനാണ് അയാൾ തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അയാൾ പറഞ്ഞതുപോലെ ചെയ്താൽ തൻ്റെ ഭാവി എന്താവും? അവൾ കിടക്കയിലിരുന്ന് മുട്ടിൽ മുഖം ചേർത്ത് തേങ്ങി തേങ്ങി കരഞ്ഞു. ആരോടാണിത് പറയുക? സിമിയെ വിളിച്ചാലോ? അവൾ ഫോൺ എടുത്ത് ഉടനെ തന്നെ സിമിയെ വിളിച്ചു. പക്ഷേ സിമി ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഗായത്രി കുറേ തവണ ശ്രമിച്ചു. പക്ഷേ സിമി ഫോൺ എടുത്തില്ല. സിമി ഉറങ്ങിപ്പോയി കാണും എന്ന് അവൾ ഊഹിച്ചു. ഇതേ സമയം സൂര്യൻ ഗായത്രിയെ ട്രൈ ചെയ്യുമ്പോൾ അവളുടെ ഫോൺ ബിസി ആയിരുന്നു. ഈ രാത്രി ഗായത്രി ആരെയാണ് വിളിക്കുന്നത്? ഫ്രണ്ട്സിനോട് സംസാരിക്കുകയായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൻ വീണ്ടും ട്രൈ ചെയ്തെങ്കിലും ഗായത്രി ഫോൺ എടുത്തില്ല. ഇപ്പോൾ താൻ ഫോൺ എടുത്താൽ സൂര്യൻ സാറിന് ചിലപ്പോൾ തൻ്റെ ശബ്ദം മാറിയത് മനസ്സിലാവും. സാർ ചോദിച്ചാൽ താൻ എന്തു മറുപടി പറയും? സാർ തന്നെ വിശ്വസിക്കുമോ അതോ തന്നെ തെറ്റിദ്ധരിക്കുമോ? അവൾ ആകുലപ്പെട്ടു. അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. അവൾ ഫോൺ എടുക്കാതായപ്പോൾ സൂര്യന് ദേഷ്യം വന്നു. കുറച്ചു മുൻപ് അവൾ വാട്സാപ്പ് സീൻ ചെയ്തത് അവൻ കണ്ടിരുന്നു. അപ്പോൾ അവൾ ഉറങ്ങിയിട്ടില്ല. കുറച്ചു സമയം ഫോൺ ബിസിയുമായിരുന്നു. പിന്നെ എന്താണ് തൻ്റെ കോൾ എടുക്കാത്തത്? ഇനി താൻ ലാബിൽ അവളോട് വഴക്ക് പറഞ്ഞതുകൊണ്ട് കൊച്ചു വിഷമിച്ചിരിക്കുകയാണോ? തന്നോട് ദേഷ്യം കാണിക്കുന്നതാണോ? അങ്ങനെ ദേഷ്യപ്പെട്ടാൽ പറ്റില്ലല്ലോ. അവൻ്റെ മുഖത്ത് കുസൃതി വിരിഞ്ഞു. നിന്നെക്കൊണ്ട് ഞാൻ ഇന്ന് ഫോൺ എടുപ്പിച്ചിട്ടേയുള്ളൂ. സൂര്യൻ ബെഡിൽ ചാരിയിരുന്ന് ഫോണിലേക്ക് നോക്കി. ഗായത്രി ആണെങ്കിൽ ജയശങ്കറിൻ്റെ ഭീഷണിയിൽ വല്ലാതെ തളർന്നിരുന്നു. സൂര്യൻ്റെ കോൾ വീണ്ടും വരുന്നത് കണ്ട് അവൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. ഫോൺ എടുത്തില്ലെങ്കിൽ സാർ എന്തു വിചാരിക്കും? ഇത്രയും സഹായം തനിക്ക് ചെയ്തു തന്നിട്ട് സാർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ നിൽക്കുന്നത് മോശമല്ലേ? അവൾ മുഖവും കണ്ണുകളും തുടച്ച് മനസ്സില്ലാ മനസ്സോടെ ഫോൺ എടുത്തു. ഹലോ. സൂര്യൻ്റെ കനമുള്ള ശബ്ദം അവളുടെ കാതിലെത്തി. ഗായത്രി മിണ്ടിയില്ല. എടോ ഗായത്രി, താൻ എന്താടോ വിളിച്ചിട്ടെടുക്കാത്തത്? ഞാൻ പലതവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോൺ എപ്പോഴും കയ്യിൽ വെക്കണമെന്ന്, വിളിച്ചാൽ ഉടനെ ഫോൺ എടുത്തോണമെന്ന്. അവൻ ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞു. അവൾ മിണ്ടിയില്ല. താൻ പിണക്കമാണോ? അവൻ ആർദ്രമായി ചോദിച്ചു. ഇല്ല സർ, അവൾ പതുക്കെ പറഞ്ഞു. പിന്നെ? തന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുറച്ചുകൂടി റെസ്റ്റ് ചെയ്തിട്ട് കോളേജിൽ വന്നാൽ മതിയെന്ന്. ഈ പനിയും ടയർഡ്നെസ്സും വെച്ച് ലാബ് ചെയ്യാൻ നിന്നാൽ തനിക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ പറ്റുക? അവൻ്റെ വർത്തമാനത്തിൽ എല്ലാം അവളോടുള്ള കരുതലും സ്നേഹവും നിറഞ്ഞു നിന്നിരുന്നു. അവൻ പറയുന്നത് കേട്ട് ഗായത്രിക്ക് വീണ്ടും കരച്ചിൽ വന്നു. താൻ എങ്ങനെയാണ് സാറിനോട് യഥാർത്ഥ കാര്യം പറയുന്നത്? സാർ ചിലപ്പോൾ തന്നെ മോശം കുട്ടിയായി കാണുമോ? തന്നോട് കാണിക്കുന്ന ഈ കരുതലും സ്നേഹവുമെല്ലാം താനൊരു നല്ല കുട്ടിയാണ് എന്നും നന്നായി പഠിക്കുമെന്നും ഒക്കെ അറിഞ്ഞതുകൊണ്ടാണ്. അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സൂര്യന് വിഷമമായി. എടോ, തനിക്ക് ഞാൻ വഴക്ക് പറഞ്ഞത് അത്രയ്ക്ക് വിഷമമായോ?
"ഉം," അവൾ പതിയെ മൂളി. "അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ?" അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അമ്പരന്നു. "സർ എന്താണ് പറഞ്ഞത്? തന്നോട് ഇഷ്ടമാണ് എന്നല്ലേ? ശരിക്കും സാറിന് തന്നോട് സിമി പറയും പോലത്തെ ഇഷ്ടമാണോ? അതോ താൻ ആളുടെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടുള്ള ഇഷ്ടമാണോ?" ഗായത്രിക്ക് അത് വേർതിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ നിന്നു. പക്ഷേ സാറിനോട് ഈ കാര്യം പറയാതെ മറച്ചു വയ്ക്കുന്നത് എങ്ങനെയാണ്? നാളെ ഒരു പ്രശ്നമുണ്ടായാൽ തന്നെ സഹായിക്കാൻ ശ്രീജ ടീച്ചറും സാറുമാണ് ഇപ്പോൾ ഉള്ളത്. "ഗായത്രി, താൻ ഓക്കെ ആണോ?" "ഓക്കെ ആണ് സർ." അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഒന്ന് ഇടറിപ്പോയി. അത് സൂര്യൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഒരു വഴക്കു പറഞ്ഞതിനാണോ ഇവൾ ഇത്രയും ഇമോഷണൽ ആയത്? അതുമാത്രമല്ല എന്ന് സൂര്യന് തോന്നി. അവൻ്റെ കോൾ ഉടനെ കട്ടാവുകയും ചെയ്തു. ഗായത്രി ഫോണിലേക്ക് നോക്കുമ്പോൾ സൂര്യൻ്റെ വീഡിയോ കോൾ വരുന്നുണ്ട്. അവൾ ഫോൺ എടുത്തതും സൂര്യൻ്റെ കണ്ണുകൾ അവളെ ആകമൊത്തം സ്കാൻ ചെയ്തു. ആ പെണ്ണ് അവൻ്റെ മനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ചെറിയ മാറ്റങ്ങൾ പോലും അവന് പെട്ടെന്ന് മനസ്സിലാവും. കരഞ്ഞതുപോലെ കണ്ണിൽ ചുവപ്പ് പടർന്നിരിക്കുന്നു. മുഖമൊന്നാകെ ചുവന്നിരിക്കുന്നു. താൻ വഴക്ക് പറഞ്ഞതല്ലാതെ മറ്റെന്തോ കാരണമുണ്ട് എന്ന് സൂര്യൻ ഉറപ്പിച്ചു. അവൾ മിഴികൾ ഉയർത്തി സൂര്യനെ നോക്കി. അവൻ തന്നെ ഉറ്റുനോക്കുന്നത് കണ്ട് ഉടനെ തന്നെ അവൾ മിഴികൾ താഴ്ത്തി. എന്തോ കള്ളം ചെയ്ത കുട്ടിയെപ്പോലെ. "ഗായത്രി," അവൻ മൃദുവായി വിളിച്ചു. "സർ, താൻ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ." അവൾ വീണ്ടും അവനെ നോക്കി. "എന്താണ് പ്രശ്നം?" "ഞാൻ വഴക്ക് പറഞ്ഞതല്ല പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. എന്തു പറ്റി?" "തൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയോ കാണുകയോ ചെയ്തിരുന്നു?" അവളില്ലെന്ന് വിലങ്ങനെ തലയാട്ടി. "പിന്നെ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ?" "അല്ലെന്ന് അതിനും അവൾ വിലങ്ങനെ തലയാട്ടി." ഇടയിൽ അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. അവൾ വല്ലാതെ ഹേർട്ടായിട്ടുണ്ട് എന്ന് അവന് തോന്നി. എന്താണ് ചെയ്യുക? അവൻ അവളെ തന്നെ കുറച്ചു നേരം നോക്കിയിരുന്നു. അവൾ ചെറുതായി വിങ്ങിക്കരയുന്നുണ്ട്. "എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണോ?" അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൾ വീണ്ടും മുഖമുയർത്തി അവനെ നോക്കി. തനിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാതെ ആകുലത നിറഞ്ഞ അവൻ്റെ മുഖം അവൾ കണ്ടു. "എന്നോട് പറയാൻ പാടില്ലേ? ശ്രീജ മാമിനോട് നിന്നെ വിളിക്കാൻ പറയട്ടെ?" അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾ വേണ്ടെന്ന് തലയനക്കി. "സർ," അവൾ വിറയലോടെ അവനെ വിളിച്ചു. സൂര്യൻ അവൾക്ക് സമാധാനമായി സംസാരിക്കാനുള്ള സമയം കൊടുത്തു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ." അവളുടെ മുഖഭാവത്തിൽ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അവൻ്റെ നോട്ടം കൂർത്തു. "സത്യമായിട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊന്നും അറിയില്ല സർ." അവൾ വിങ്ങിപ്പൊട്ടി കണ്ണു തുടയ്ക്കുന്നത് കണ്ട് സൂര്യന് മനസ്സിലായി ഇതെന്തോ കാര്യമായ പ്രശ്നമാണെന്ന്. സൂര്യൻ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. അവൻ്റെ മൗനം അവളിൽ പേടി നിറച്ചു. "സർ എന്നെ തെറ്റിദ്ധരിക്കുമോ? ഞാൻ മോശം കുട്ടിയാണെന്ന്?" അവൾ വിതുമ്പിക്കൊണ്ട് അവനോട് ചോദിച്ചു. ആ തേങ്ങുന്ന മുഖം കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചിൽ അമർത്താനാണ് സൂര്യന് തോന്നിയത്. "നിനക്കങ്ങനെ തോന്നിയോ ഗായത്രി? നിന്നെ ഞാനൊരു മോശം കുട്ടിയായി കാണുമെന്ന്? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം? നിന്നെ എനിക്ക്
നല്ലവണ്ണം അറിയാം. സോ പ്ലീസ് ഡോണ്ട് വറി. എനിക്ക് പേടിയാണ് സർ. പേടിയോ? എന്തിന്? അവൾ വീണ്ടും വിങ്ങിക്കരഞ്ഞു. എടോ, താൻ കാര്യം പറ. എനിക്ക് സാറിനെ ഇപ്പോൾ കാണാൻ പറ്റുമോ? വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ സൂര്യൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. തന്നോട് ഇങ്ങനെ അവൾ ചോദിക്കണമെങ്കിൽ അവളുടെ മനസ്സ് തകർക്കുന്ന എന്തോ ഒന്നുണ്ടായിട്ടുണ്ട്. സൂര്യൻ ഒരു നിമിഷം ആലോചിച്ചു. താൻ പേടിക്കാതെ, ഞാൻ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ വിളിക്കാം നിന്നെ. അവൻ സമയം നോക്കി. 8 മണി ആയിരിക്കുന്നു. അവൻ ഉടനെ ഡോക്ടർ നിഷയെ വിളിച്ചു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. എന്താടാ? എനിക്കൊരു ഹെൽപ്പ് വേണം. ഓ, നിന്റെ പെണ്ണിന് വീണ്ടും പനി പിടിച്ചോ? പോടി, നീ അവളെ ഒന്ന് ഹോസ്റ്റലിൽ നിന്ന് കൂട്ടി പുറത്തേക്ക് വരണം. ഈ രാത്രിയിലോ? നിഷ ചോദിച്ചു. അവൾ ആകെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, സൂര്യൻ പറഞ്ഞു. ആലോചിക്കട്ടെ. ഒന്ന് ഹെൽപ്പ് ചെയ്യടേ. അങ്ങനെ റിക്വസ്റ്റ് ചെയ്. നീ എവിടെയുണ്ട്? ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഓക്കെ, നീ കാറിലല്ലേ വന്നത്? അതെ. നീ ഹോസ്റ്റലിനടുത്തേക്ക് വാ, ഞാനിവിടെയുണ്ട്. സൂര്യൻ പറഞ്ഞതും ഓക്കെ എന്ന് പറഞ്ഞ് നിഷ ഫോൺ വെച്ചു. സൂര്യൻ ഗായത്രിയെ വിളിച്ച് റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ നിഷ ഇപ്പോൾ വരുമെന്നും അവളുടെ കൂടെ പുറത്തേക്ക് വരണമെന്നും അവൻ ഗായത്രിയോട് പറഞ്ഞു. ഒരു 10 മിനിറ്റിനുള്ളിൽ നിഷ എത്തുകയും ചെയ്തു. ഞാൻ എന്താ വാർഡനോട് പറയുക സൂര്യൻ? നിഷ അവനോട് ചോദിച്ചു. അവളുടെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്ത ഫാമിലി വന്നിട്ടുണ്ടെന്നും അവർ നാളെ മോർണിംഗ് ലീവ് ചെയ്യുന്നത് കാരണം ഗായത്രിയുടെ കൂടെ കുറച്ചു ടൈം സ്പെൻഡ് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ശരി, നിഷ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. സൂര്യൻ അവൻ്റെ BMW പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. വാർഡനോട് കാര്യം പറഞ്ഞ് ഗായത്രിയും കൂട്ടി നിഷ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നു. ഗായത്രിയുടെ ഒപ്പമുള്ളവർ സൊസൈറ്റിയിലെ പ്രമുഖരാണെന്ന് ഇതിനകം തന്നെ വാർഡൻ മനസ്സിലാക്കിയിരുന്നതിനാൽ അവർ അവരുടെ മുഷേട്ടത്തരമൊന്നും എടുത്തതുമില്ല. ഗായത്രി ആകെ ടെൻഷനിലാണെന്ന് നിഷയ്ക്ക് തോന്നി. ഹോസ്റ്റലിന് പുറത്തേക്ക് നടക്കുമ്പോൾ സൂര്യൻ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ അടിക്കേണ്ടെന്നും പ്രോബ്ലം എന്തായാലും എല്ലാത്തിനും സൊല്യൂഷൻസ് ഉണ്ട് എന്നും പറഞ്ഞ് നിഷ അവളെ ആശ്വസിപ്പിച്ചു. ഗേറ്റിന് പുറത്തേക്ക് എത്തി നിഷ ഗായത്രിയെ സൂര്യൻ്റെ കാറിനരുകിലേക്ക് കൊണ്ടുപോയി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സൂര്യൻ ഗായത്രിയെ നോക്കി. അവൾ വല്ലാതെ ഭയന്നതുപോലെ അവന് തോന്നി. ഗായത്രിക്ക് കയറാനായി കോ ഡ്രൈവിംഗ് സീറ്റ് അവൻ അവൾക്ക് തുറന്നു കൊടുത്തു. ബൈ നിഷ, അവൻ നിഷയോട് പറഞ്ഞു. ബൈ. നിഷ അവളുടെ കാറിനടുത്തേക്ക് നടന്നുപോയി. ഗായത്രി കാറിൽ കയറി ഡോർ അടച്ചതും സൂര്യൻ ചാഞ്ഞു വന്ന് അവളുടെ സീറ്റ് ബെൽറ്റ് ടൈ ചെയ്തു. അവൻ്റെ ദേഹത്ത് തട്ടാതിരിക്കാനായി അവൾ പിന്നോട്ട് ചാഞ്ഞു. സൂര്യൻ അവളെ കൂർപ്പിച്ചു നോക്കി. ആകെ കരഞ്ഞ് കോലം കെട്ടിരിക്കുന്നു. അവൻ്റെ കാർ അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. പ്രശസ്തമായ ഒരു 5 സ്റ്റാർ ലക്ഷറി റെസ്റ്റോറൻറ്റിൻ്റെ പാർക്കിങ്ങിൽ അവൻ കാർ നിർത്തി. അവൻ കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്ത് വന്ന് ഡോർ തുറന്ന് അവളോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ആ ലക്ഷറി ഹോട്ടൽ കണ്ട് അവൾ ഭയന്ന് നിൽക്കുകയാണ്. സർ, നമ്മൾ ഇവിടെയാണോ സംസാരിക്കാൻ? അവൾ നിർത്തി ചോദിച്ചു. ഇത്ര ലക്ഷറി ഹോട്ടലിൽ?
യാ, അതിനെന്താണ്? അവൻ്റെ ചോദ്യവും നോട്ടവും കണ്ട് അവൾ നിശബ്ദയായി. മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ തന്നെ തറഞ്ഞു നിൽക്കുന്ന അവളുടെ കൈപ്പത്തിക്കുള്ളിൽ കൈകോർത്ത് അവൻ മുന്നോട്ട് നടന്നു. ഒരു സ്കൂൾ കുട്ടിയെ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടക്കും പോലെയാണ് അവൻ നടന്നു പോകുന്നത്. ഗായത്രിയുടെ കൈകൾ വലിച്ചു പിടിച്ചാണ് അവൻ നടക്കുന്നത്. അവൾ അവൻ്റെ പിന്നാലെ ഓടിയും നടന്നുമാണ് പോകുന്നത്. കാത്തിരിക്കണേ, തുടരും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.